പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയെ എന്തെങ്കിലും രീതിയിൽ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ജലജ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അമ്മ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവുകയാണ്. അവൾ താഴേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് അവൾക്ക് നൈറ്റ് ഡ്രൈവ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളെയും കൊണ്ട് ഞാൻ പോകേണ്ടി വരും. ആകെ എനിക്ക് കിട്ടുന്നത് 50,000 രൂപയാണ്. അവൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. 1000 500 വെച്ചിട്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ അതൊരു വൻ തുകയായിട്ട് മാറുന്നുണ്ട്. എനിക്കും നൈറ്റ് ഡ്രൈവിന് പോകാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവളുടെ കൂടെയല്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് അഭി ഇറങ്ങി പോകുന്നത്. നവ്യയെ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ട് അഭിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തിരിച്ചെത്തുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ അവനെ കൈയോടെ പൊക്കുകയാണ്. ആ സമയത്ത് അവിടെയാണെങ്കിൽ ജലജ ഉണ്ടായിരുന്നു കേട്ടോ. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജലജ സംസാരിക്കുമ്പോൾ മുത്തശ്ശൻ ജലജയോട് പറയുന്നുണ്ട്, നിന്റെ മകന് ഒരു ഭാര്യ ഉണ്ടായിപ്പോയി, അവളുടെ വയറ്റിലൊരു കുഞ്ഞും. അതുകൊണ്ട് മാത്രമാണ് ഇവൻ തോന്നുന്ന സമയത്ത് കയറി വന്നപ്പോൾ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്ടിരുന്നത്. പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. നീ നിന്റെ മകനെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ മോൻ്റെ കൂടെ നീയും ഈ പടി ഇറങ്ങേണ്ടി വരും. ഞാനൊരു ദയവും നോക്കില്ല എന്നും കൂടി വ്യക്തമാക്കാണ് കേട്ടോ മുത്തശ്ശൻ പോയി കഴിഞ്ഞതിന് ശേഷം ജലജയാണെന്നുണ്ടെങ്കിൽ അബിയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ, നീ എന്നെ മുത്തശ്ശിൻ്റെ മുമ്പിൽ താഴ്ത്തി കെട്ടിയല്ലോടാ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയും ഇതേ രീതികൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ വീടിൻ്റെ പുറത്ത് പോകേണ്ടി വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാണ് കേട്ടോ അഭി. നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എന്ത് വില കൊടുത്തിട്ട് നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന 2 ഫ്രൂട്ട്സ് നീ അവളെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് കഴിപ്പിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അഭിയാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുകയും റൂമിൽ പോയിട്ട് നവ്യയോട് ഭയങ്കര സ്നേഹം നടിച്ചിട്ട് അവളെ കൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കഴിപ്പിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അതിനിടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ട്, എന്നെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോയ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. എനിക്ക് എമർജൻസി ആയിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു എന്നൊക്കെ പറയണേ. നീ എന്നോട് ക്ഷമിക്കുക, നമുക്ക് നാളെ നൈറ്റ് ഡ്രൈവിനൊക്കെ പോകാം. ഇപ്പം നീ എന്തായാലും ഞാൻ തന്നിരിക്കുന്ന ഇതൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ട് നവ്യയെ കൊണ്ട് എല്ലാം കഴിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അവളെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഓ ഭാഗ്യം, വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടി. അമ്മ പറഞ്ഞതുപോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കുഞ്ഞ് വയറ്റിന്ന് അധികം വൈകാതെ തന്നെ ഇല്ലാതാവും. പിന്നെ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നും കാണില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. ആവശ്യത്താണെന്നുണ്ടെങ്കിൽ നയന റൂമിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദർശേട്ടന് എന്നോട് സ്നേഹം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വിധനെയും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ഏത് രീതിയിലാണോ സ്നേഹം, അതുപോലെ തന്നെ ഒരു കളങ്കവും ഇല്ലാതെ ആ സ്നേഹം എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം നയന വിചാരിക്കുന്നുണ്ട്. അങ്ങനെ റൂമിലിരിക്കുന്ന ആദർശിന്റെ അരികിലേക്ക് നയനയാണെന്നുണ്ടെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. നയനയെ ഈ കോലത്തിൽ കാണുമ്പോൾ ആദർശ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയ ഭാവമാറ്റമൊന്നും ആദർശ് കാണിക്കുന്നില്ല. പക്ഷെ ആദർശിന്റെ ഉള്ളിൽ നയനയോടുള്ള സ്നേഹം കൂടി വരുന്നുണ്ട് കേട്ടോ. അത് പുറത്ത് കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവള് എൻ്റെ തലയിൽ കയറിയാലോ എന്നുള്ളൊരു ഭയമാണ് ആദർശിന്റെ ഉള്ളില് നയനോടുള്ള സ്നേഹം കാണിക്കാത്തത്. പക്ഷേ ആദർശും നയനയും അധികം വൈകാതെ തന്നെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതും അവൾക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.